ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്പനയിൽ കണ്ട പോലെ നമ്മുടെ കുട്ടിപ്പട്ടാളായിട്ട് ഒരു ഡേ ഔട്ടാണ് കേട്ടോ ചെയ്യണത്. നമ്മൾ പോയത് തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ടിലുള്ള സെലക്സ് മാളിലോട്ടാണ്. അവിടെ എത്തിയതും നമ്മുടെ അപ്പുടുവിനെ കാണാനുണ്ടായിരുന്നില്ല. അതാ നോക്കുമ്പോൾ ഈ ക്യാൻഡി ഷോപ്പിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. 3rd ഫ്ലോറിലാണ് ഫൺ സ്റ്റേഷൻ ഉള്ളത്. ആൾക്കറിയാം നമ്മൾ ഇടയ്ക്ക് പോകുന്നതാണ്. സോ നേരെ ആദ്യം എസ്കലേറ്ററിൻ്റെ അവിടേക്ക് ചെന്നു. ഞാൻ പറഞ്ഞു അയ്യോ എസ്കലേറ്ററിൽ പോകണ്ട, തലകുത്തി വീഴാൻ വേറെ ഒന്നും നോക്കണ്ട. സോ നമുക്ക് ലിഫ്റ്റിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ലിഫ്റ്റിൽ ഓടിക്കേറി കേട്ടോ. Oigo. അതോടെ വന്നു ആദി ഏതാ കാണുന്ന സാധനങ്ങളെല്ലാം ഒന്നുപോലും ഇടാതെ എല്ലാത്തിലും കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. മറ്റേ കുമ്പിടിയുടെ അവസ്ഥയായിരുന്നു. ഒരാളെ കാണുമ്പോൾ മറ്റേ കാണില്ല, പിന്നെ ഒരാളെ തന്നെ രണ്ടിടത്ത് കാണുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ആകെപ്പാടെ ഓടി നടക്കുമായിരുന്നു. ഞാനിവിടെ വന്നിട്ട് ഞാൻ കളിക്കാറുള്ളത് ബാസ്ക്കറ്റ് ബോളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാസ്ക്കറ്റ് ബോൾ കളിക്കാനായിട്ട് ഇവിടെ. അപ്പോൾ അത് കിഡ്സിൻ്റെയിലും ഉണ്ട്, വലിയവർക്കും ഉള്ളതുണ്ട്. ഇത് വലിയവരുടെ സെക്ഷനാണ്. കിഡ്സിൻ്റെ ബാസ്ക്കറ്റ് ബോളിലാണ്. അപ്പോഴും ആദ്യം നമ്മൾ വന്നപ്പോൾ കാണിച്ചത് അത് കിഡ്സിന് ഉള്ളതാണ് കേട്ടോ. പിന്നെ ചില മെഷീൻസൊന്നും വർക്ക് ചെയ്യണ്ടായിരുന്നില്ല. കാർ ഓടിക്കുന്നത് താൻ തന്നെയാണെന്നുള്ള ഒരു ഇതിലാണ് അപ്പോഴും ഇരിക്കുന്നത്. വണ്ടി വർക്ക് ചെയ്യുന്നില്ല, എന്നിരുന്നാലും കാലൊക്കെ മേളിലോട്ട് ഇട്ടിട്ടാണ് ആൾ ഓടിക്കുന്നത്. പിന്നെ ഇതാ മഹേന്ദ്ര ബാഹുബലി, അത് ആളെടുത്ത് പൊന്തിച്ച് അടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അത് എടുത്തെടുത്ത് തന്നെ വെച്ചിട്ട് ആൾ അടുത്ത റൈഡിലേക്ക് പോയി. ഇതാ ബൈക്ക് ഓടിക്കുകയാണ്. പെടച്ച് വിട് പാപ്പാ എന്ന് പറയുന്ന പോലെ ആൾ വളക്കുകയും തിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അനിയൻ്റെ മോനാണ് കേട്ടോ മറ്റേത്. കളി സ്റ്റാർട്ടാവുന്നതിന് മുമ്പ് തന്നെ ആൾ റൈഡ് തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ അത് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ആൾ എന്നെ വേണ്ടാന്ന് പറഞ്ഞ് ആൾ കരയാനും കാര്യങ്ങളൊക്കെ വാശി പിടിക്കാൻ തുടങ്ങി. സോ ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നീങ്ങി നിന്നു. പിന്നെ ഞാൻ പോയത് നേരെ എൻ്റെ ബാസ്ക്കറ്റ് ബോളിൻ്റെ സെക്ഷനിലേക്കാണ് ചെന്നത്. ആസ് യൂഷ്വൽ ബാസ്ക്കറ്റ് ബോൾ ഞാൻ എറിഞ്ഞ് അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ കളിക്കാൻ അറിയാം കേട്ടോ. അങ്ങനെ ഈ സെക്ഷനിലോട്ടുണ്ട്. നമ്മൾ ഈ കളികൾ കളിക്കുമ്പോഴത്തേനും പിള്ളേർ വേറെ എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കണം. കാരണം ഇട ദിവസം കാര്യങ്ങളായതുകൊണ്ട് അധികം തിക്കും തിരക്കൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. മൂന്ന് പേർക്കും കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു റൈഡായിരുന്നു. പക്ഷേ 2 പേരെ കയറ്റിയിരുത്തിയപ്പോഴത്തേനും അപ്പടു വേറെ ഏതോ റൈഡിലേക്ക് പോയി. കുഞ്ഞിപ്പെണ്ണ് നല്ല അടിപൊളിയായിട്ട് ഈ റൈഡ് എൻജോയ് ചെയ്തു കേട്ടോ. നന്നായിട്ട് ആൾ അതിനകത്ത് പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് കൈയെടുക്കും, പിന്നെ പിടിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആൾ നല്ല അടിപൊളി ഹാപ്പി ആയിരുന്നു. അനിയൻ്റെ 2 പിള്ളേരാണ് കേട്ടോ ഇത്. ആക്ച്വലി ഞങ്ങളൊരു ജോയിൻറ്റ് ഫാമിലിയാണ്. പിന്നെ ഞാൻ പോയത് ഈ ഒരു 3D എഫക്റ്റിലേക്കായിരുന്നു. ഒരു ഹൊറർ 3D ആയിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അത്യാവശ്യം ചെറുതായിട്ടൊക്കെ പേടിക്കും. പിന്നെ നമുക്ക് ഓൾറെഡി നമ്മൾ കുറച്ചും കൂടി ചെറുതായിരിക്കുമ്പോൾ കാണുന്ന അത്രയും പേടി നമുക്ക് ഈ സമയത്ത് വരില്ല എന്ന് മാത്രം. പക്ഷേ നല്ലതായിരുന്നു കേട്ടോ. ഞാൻ ഒരു 6 മിനിറ്റൊക്കെ ഉണ്ടായിരുന്നു, 6 to 7 മിനിറ്റ്സ് ഉണ്ടായിരുന്നു ഈ സംഭവം. അപ്പോൾ അത് കണ്ടു. അത് ഞാൻ ആദ്യമായിട്ടാണ് ഇതിലിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. 3Dയും 5Dയും 6D ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യണത്. പിന്നെ നേരെ പ്ലേ ഏരിയയിലേക്ക് തന്നെ വീണ്ടും പോവാണ്. ഉണ്ണിയുടെ കൂടെ ഇരിക്കട്ടെ, അപ്പോഴും ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കൊച്ചിൻ്റെ മേത്തേക്ക് ബോൾ എടുത്ത് എറിയാണ് അവൻ.
ഇങ്ങനെ മറ്റേ ആൾ ഒന്നിലേക്കും ഇല്ല, അവിടെ ഇരുന്ന് ആളുള്ള സെക്ഷനിൽ കളിക്കുകയായിരുന്നു. എന്നാൽ പിന്നെ കുട്ടികളുടെ കൂടെ ഞാനും കളിക്കാമെന്ന് വിചാരിച്ച് ഞാനും കൂടെ കൂടി. നല്ലതായിരുന്നു കേട്ടോ, ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ നല്ലതായിരുന്നു. ഉണ്ണിപ്പെണ്ണിനെ അവിടെ കെടുത്തിയിട്ടൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. പിന്നെ നമ്മൾ നേരെ പോയത് സെക്കൻഡ് ഫ്ലോറിലുള്ള മാക്സിലേക്കായിരുന്നു. അപ്പുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഈ വരുന്ന മൺഡേ. സോ ട്രൗസേഴ്സ് ഞാൻ എടുത്തിരുന്നു. ഒരു ടീഷർട്ട് നോക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ അതാ എനിക്ക് 3 to 4 ഇയേഴ്സിൻ്റെയാണ് അത്. പക്ഷേ ഭയങ്കര സൈസായിട്ട് തോന്നി. അതുകൊണ്ട് ഞാനത് അവിടെ വെച്ചിട്ട് വേറെ ഒരു ടീഷർട്ടാണ് കേട്ടോ എടുത്തത്. പിന്നെ മാക്സിലാണെങ്കിലും ഇപ്പോൾ കർക്കിടകമായിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇഷ്ടംപോലെ ഓഫേഴ്സും കാര്യങ്ങളും നടക്കുന്നുണ്ട്. എല്ലായിടത്തും ഓഫേഴ്സ് ഉണ്ട്. 149 സ്റ്റാർട്ട് ചെയ്യുന്ന പെർഫ്യൂംസാണിത്. 499 അങ്ങനെ പല റേറ്റിലുണ്ട്. പിന്നെ 30% ഫ്ലാറ്റ് ഓഫറുണ്ട്. എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചതായോ എന്ന് പറഞ്ഞിട്ട് ഏതും അവിടെ കിടന്ന് സമരം ചെയ്യായിരുന്നു. എപ്പോൾ എവിടെ ചെന്നാലും അവനെ ഏറ്റവും ഇഷ്ടമുള്ളത് ഇപ്പോൾ സ്പൈഡർമാൻ, ഹൾക്ക് അങ്ങനത്തെ ഈ സൂപ്പർ ഹീറോസിൻ്റെ പിക്ചേഴ്സുള്ള സാധനങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള KFCയിലേക്കായിരുന്നു. KFCയിൽ അത് എന്താഘോഷം. അപ്പോൾ നേരെ KFCയിലേക്ക് പോയി. അവിടെയും ഈ പറയുന്ന പോലെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ ഓർഡർ ചെയ്ത് ബില്ലും വാങ്ങിച്ച് ഞാനിവിടെ വെയിറ്റിംഗ് ആണ്. ഈ അടുത്താണ് ഞാൻ ഈ ഒരു സാധനം KFCയിൽ ശ്രദ്ധിച്ചത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഈ TV വാളിൽ നമ്മുടെ ഓർഡർ കറക്റ്റായി റെഡി ആയിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരും. ഇതാണ് നമ്മൾ വാങ്ങിച്ച സാധനം. വാങ്ങിച്ച സാധനം കാണിക്കാൻ മാത്രമേ പറ്റുള്ളൂ, ബാക്കി വിശേഷങ്ങൾ പറയേണ്ടതില്ലല്ലോ. ഫുഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നോ അതർ ടോക്സ്. അപ്പോൾ പിന്നെ വേഗം ഭാഗം വെപ്പ് തുടങ്ങി. അവരവർക്കുള്ളത് അവരവർക്ക് കൊടുത്ത് വേഗം അതിര് കെട്ടി തിരിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടും. അപ്പോൾ അവർക്കുള്ളത് അവർക്ക് കൊടുത്തു, സീസറിനുള്ളത് സീസറിന്, ആ സംഭവം. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ നേരെ പോയത് ആമി മോളിനെ സ്കൂളിൽ നിന്ന് എടുക്കാനായിരുന്നു. 3:30 ആയിട്ടുണ്ടായിരുന്നു ടൈം. സോ ആമിയുടെ സ്കൂളിൽ ചെന്നു. ആദ്യം ആമീനെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലേക്ക് പോയി. അവരവിടെ കുറച്ച് നേരം അവരുടെ ഒരു സ്കൂളിൽ തന്നെ ചെറിയൊരു പാർക്കും സെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും കുറച്ച് നേരം കളിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എല്ലാവരും കൂടിയിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂടാനായിട്ട് മറക്കരുത്. വീണ്ടും വീണ്ടും നമ്മൾ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അതിന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.